പാമ്പായിരിക്കും. സാറ് ബേജാറാക്കണ്ട സാർ, അനതിപ്പം മുങ്ങിച്ചാവും. എന്ത് പോക്കത്തിനോടെ കാണിക്കുന്നത്? ഇയാളൊക്കെ ആരെ വിളിച്ചോണ്ട് വന്ന്? ഒന്ന് മാറി മാറി. ഞാൻ പറഞ്ഞില്ലേ സാധനം തന്നെ കയറും. നിങ്ങൾക്ക് ജന്മന അങ്ങനെ ഒരു കഴിവുണ്ട്. പണിക്ക് പറ്റൂടോ ഇയാളെ? ഇയാള് മൊത്തം നന്മയാണല്ലോ. പഴയ കുമ്പനാണ് സാറേ, ഇപ്പൊ ഇത്തിരി ക്ഷീണാണെന്നുള്ളൂ. നിങ്ങൾ ഈ വഴി പോകണ്ട. ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. പൊണ്ണമ്മല വഴി പിടിച്ചോ. സെറ്റല്ലേ? കാച്ചൂല നമ്മളൊന്ന്. പിന്നല്ലാതെ കക്ഷികളെവിടെ എത്തി? ഒത്തിരി വന്നിട്ടുള്ള MLA ആണ്, ജയിച്ച ജില്ല എന്നുള്ള മന്ത്രി, പാർട്ടിയിൽ ശക്തനായി വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവാണ്. നവമാരില്ലേ മിഥുനും അനന്തവും രഘുവിന്റെ അട്ടത്തും വലതുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളനിയിൽ കുറെ തമിഴന്മാര് കുടിയേറിയാണ്. അതിലൊരാളുടെ മകനാണ് ഈ മിഥുൻ. ആ കുഞ്ചാക്കോ ഭവനെ പോലിരിക്കണ കണ്ട അവനാണ് അനന്തു. അവൻ കോളനിക്ക് പുറത്തുള്ളവനാ. ഇവന്മാർ രണ്ടും സ്കൂള് മുതലേ ഒരുമിച്ചാണ്. ചങ്കാണ്. കോളേജ് രാഷ്ട്രീയത്തിനിടയിലാണ് രഘു ഇവന്മാരെ പൊക്കണത്. ഈ മിഥുൻ അയാളുടെ മസിലാണെങ്കിലേ അനന്തു അയാളുടെ ബുദ്ധിയാണ്. ഇപ്പോഴല്ലോ ഒന്ന് വന്നത്. എപ്പാ ഒന്ന് പോയാടാപ്പാ. 4 പേക്ക് കൊണ്ട് 16 പേര് അങ്ങനെ തന്നോളൂ. പോയി അവിടെ അങ്ങനെ പോയി നക്ക്. പോത്തരഘു പോവുകയാണല്ലോ. ഏടാ അതാ യാക്കടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പോത്ത് കച്ചവടമാണ്. എടാ ഈ മിഥുനന്തുല്ലേ രഘുവിന്റെ പുതിയ കട്ടകളാണ്. അമ്മാതിരി പണികളാണ് അവന്മാർ ചെയ്യണത്. എന്ത് പണി? പണിയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടോ? നീയൊക്കെ ഇട്ടാവട്ടത്ത് കളിക്കുന്ന കോലുകുത്തിക്കളി അല്ലത്. എടാ അവന്മാർ ഈ ഈർത്തിയതൊരു പണി എന്താ നിങ്ങൾക്കറിയോ? ഒഴിക്കടാ ഒരെണ്ണം, എനിക്കും കൂടെ ഒരെണ്ണം. എടാ ഈ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി ചിലവാക്കിയ കംപ്ലീറ്റ് പൈസയുടെ കണക്ക് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കാണിക്കണം. ഇത് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും കമ്മീഷന് അസാധുവാക്കാൻ പറ്റും. പോത്തരവിൻ്റെ പാർട്ടിയിലെ ഫൈസലലി, അയാൾക്ക് ഈ ചെയർമാൻ കസേരയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അയാൾ രഘുവട്ടൻ റിപ്പോർട്ട് കളക്ടറേറ്റിൽ ഒരു ക്ലർക്കിനെ സ്വാധീനിച്ച് നൈസായിട്ട് പൂഴ്ത്തി. അയാൾക്ക് ഇതുവഴി ചെയർമാനാകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഈ അനന്തുല്ലേ അവൻ ഇത് കൃത്യസമയത്ത് മണത്തറിഞ്ഞ് ആ കളക്ടറേറ്റിൽ പോയി സംശയം തീർത്ത് മിഥുനെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ല. റിപ്പോർട്ട് എവിടെടാ? ഏത് റിപ്പോർട്ട്? എനിക്കറിയില്ല. സംഭവം മനസ്സിലായി. ഇനി സാധനം എവിടാന്നുള്ളതാണ് വിഷയം. സത്യമായിട്ട് എനിക്കറിയില്ല. രഘുവട്ടം പോലും അറിയാതെ മുഖ്യ റിപ്പോർട്ട് അവന്മാർ പൊക്കി. സമയം തീരുന്നതിന് മുന്നേ കളക്ടറേറ്റിൽ എത്തിച്ച്. എടാ അങ്ങനെയാണ് രഘുവട്ടൻ ചെയർമാനാകണത്. കുറെ നേരമായല്ല അവന്മാരായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എടാ നിനക്ക് അവിടെ കലിപ്പാണെങ്കിലും നിന്റെ പെങ്ങക്കല്ല മതിപ്പാണല്ലോ. അങ്ങോട്ട് നോക്കണ നീ ചുണയുണ്ടെന്ന് നീക്ക് പോയി ചോദിക്കണേ.
അവനായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവനെ അങ്ങോട്ട് പൊളിച്ചാലാ